വിദർഭയ്ക്ക് വേണ്ടി ആദ്യമായി കളിച്ച മലയാളി ആരാണ്? കരുൺ നായരാണോ? അല്ല, രാജൻ നായർ. വർഷങ്ങളുടെ പഴക്കമുള്ള വിദർഭയുടെ ക്രിക്കറ്റ് കളത്തിൽ മറ്റൊരു മലയാളിയുടെ പേര്. അദ്ദേഹം ഒരുപാട് കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മീഡിയ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത്, വിദർഭയിൽ എത്തിയ സമയത്ത് ഇവിടുത്തെ ക്രിക്കറ്റിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും മീഡിയ വണ്ണിനൊപ്പം ചേർന്നതിൽ വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു മലയാളി ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നുകയാണ്. ഞങ്ങൾ കരുൺ നായർ മാത്രമാണ് എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് സാറിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം. എങ്ങനെയായിരുന്നു വിദർഭ ടീമിലേക്ക് എത്തിയത്? എങ്ങനെയാണ് നാഗ്പൂരിൽ ഇങ്ങനെ സെറ്റിലായത്? എൻ്റെ അച്ഛനോട് സീനിയർ ജേർണലിസ്റ്റ് PTL ആയ കാരണം ട്രാൻസ്ഫറിൽ ഞങ്ങൾ ഇൻഡോറിൽ നിന്ന് നാഗ്പൂരിൽ വന്നപ്പോൾ CK നായിഡു, ജഗ്ദാലെ ബ്രദേഴ്സ് ഇതൊക്കെ ഞങ്ങൾ അന്ന് ഇൻഡോറിൽ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഇവിടെ ക്രിക്കറ്റ് VCA ഓൾഡ് സ്റ്റേഡിയത്തിൽ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മൈൻഡിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയായാലും സ്റ്റേറ്റ് സ്കൂൾസും യൂണിവേഴ്സിറ്റിയും രഞ്ജി ട്രോഫിയും ഒക്കെ കളിക്കണം. കാരണം ഒരു മലയാളിയും ഇന്ത്യൻ ടീമിൽ ഇല്ല. അതായിരുന്നു മനസ്സിൽ. അത് കാരണമാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. ഐ ആം വെരി പ്രൗഡ് ദാറ്റ് ഐ ബിക്കേം ദ ഫസ്റ്റ് മലയാളി ഇൻ വിദർഭ ആൻഡ് നാഗ്പൂർ ടു പ്ലേ ക്രിക്കറ്റ്. രഞ്ജി ട്രോഫിയിൽ ഏത് വർഷമായിരുന്നു? ഞാൻ 1974, 75, 77 വരെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് കോൾ ഇന്ത്യയിൽ ഞാൻ ചീഫ് PRO ആയി WCL നാഗ്പൂരിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഞാനാണ് ആദ്യം തൊട്ടിട്ട് ശരിയാക്കി കൊടുത്തത്. ആൻഡ് വി ഗോട്ട് ഗുഡ് റവന്യൂ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്നെ മീഡിയ മാനേജർ ആക്കിയത് വിദർഭയിലും സെൻട്രൽ സോണിലും ഇന്ത്യയിലും. അതിൽ ശശാങ്ക് മനോഹർ സാബ് വലിയ മേജർ കോൺട്രിബ്യൂഷൻ അയാളുടെ ആയിരുന്നു. ഈ വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയം വളരെ മനോഹരമായ സ്റ്റേഡിയം. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും, പ്രത്യേകിച്ച് മത്സരം നടക്കുമ്പോൾ ഞങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ വലിയ ഒരുക്കങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. വിദർഭയിലെ ഒരു ക്രിക്കറ്റിൽ ഇത്രമാത്രം ഒരു ഫ്ലറിഷായി നിൽക്കാനുള്ള ഒരു കാരണം എന്താണ്? വെൽ, മിസ്റ്റർ ശശാങ്ക് മനോഹർ എന്നെ അസാധ്യമായിട്ട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ മൈൻഡിൽ വലിയ വിഷൻ ഉണ്ടായിരുന്നു നമുക്ക് നാഗ്പൂരിൽ വല്ല ക്രിക്കറ്റിൻ്റെ വലിയ, കാരണം ഇതൊരു ചെറിയ സെൻറ്ററായിരുന്നു. ഡൽഹി, ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഹൈദരാബാദ്, ബാംഗ്ലൂരിനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കും. അത് കാരണം നാഗ്പൂരിനെ എനിക്കൊരു ഇൻ്റർനാഷണൽ മാപ്പിൽ കൊണ്ടുവരാൻ ഉള്ള ആശയുണ്ടായിരുന്നു. അതിനെ ഞാൻ ഇവിടെ ഒരു സ്റ്റേഡിയത്തിന് സ്ഥലം കരുതി അതിനെ കൺസ്ട്രക്ഷൻ ശരിയാക്കി സപ്പോർട്ട് ചെയ്ത് കിട്ടി. BCCIയിലും മിസ്റ്റർ മനോഹർ ഉണ്ടായ കാരണം എല്ലാം കൂടെ ഒരുമിച്ച് സാധിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും സപ്പോർട്ടും ഹെൽപ്പും എല്ലാം കൂടെ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അതിന് ഐ മസ്റ്റ് താങ്ക് ഈച്ച് വൺ ഓഫ് യു ഫോർ ദാറ്റ്. ഓക്കെ, വിദർഭയും കേരളം തമ്മിൽ കളിക്കുമ്പോൾ മാനസികമായിട്ട് ആർക്കൊപ്പമാണ്? വെൽ, മൈ ഹാർട്ട് വിൽ ഓൾവേസ് സേ ദാറ്റ് ഐ ആം എ ലോക്കൽ മാൻ. പക്ഷേ ഞാനൊരു മലയാളിയായ കാരണം എനിക്ക് ഉള്ളിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 74 ഇയേഴ്സിൽ ഒരു വട്ടം കേരള ജയിക്കണം. കാരണം വിദർഭ 2 വട്ടം ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ കരുൺ നായരുണ്ട്, മലയാളിയായി കരുൺ നായരുണ്ട്. ആദിത്യ സർവാത്തയാണെങ്കിൽ അപ്പുറത്തും ഉണ്ട്. 2 താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത്? അതിലെങ്ങനെ ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ഈ പ്രശ്നം എൻ്റെ അടുത്ത് ചോദിച്ച പോലെ ആദിത്യ സർവട്ടേൻ്റെ അടുത്തും ചോദിക്കണം. കാരണം അയാളെ വിദർഭൻ്റെ പ്ലെയർ ഇമ്പോർട്ട് ചെയ്ത് കേരളയ്ക്ക് പോയി. അപ്പൊ അയാളുടെ മനസ്സിൽ എന്തുപോലെ അതുപോലെ എൻ്റെ മനസ്സിലും അങ്ങനെയാണ്. ഇനി എന്തായാലും ഈ മത്സരം പുരോഗമിക്കുമ്പോൾ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. My best wishes for both Kerala team and their players, and always my best wishes to make them a big superpower in cricket led by Sanju and others. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ശ്രീ രാജൻ നായർ വിദർഭയിലെ ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ പേര് കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. കേരളത്തിൻ്റെ അടയാളമാണ് ശ്രീ രാജൻ നായരുടെ പേര്. വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പൊരൂർ, മീഡിയ വൺ.